നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ മാർക്കറ്റ് വാച്ചിലൂടെ പരിഹാരം നിർദ്ദേശിക്കുന്നു. എഡ്യൂക്കേറ്റീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ പതിവ് പോലെ മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കത്തിലും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി എത്തിയിരിക്കുന്നു. ശ്രദ്ധേയമായ ഒരു വാരം കടന്നുപോയിരിക്കുന്നു. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ്. മികച്ച മുന്നേറ്റം വെള്ളിയാഴ്ച വിപണിയിൽ ഉണ്ടായി. 513 പോയിൻ്റാണ് സെൻസെക്സ് ഉയർന്നത്. 18,240 വീണ്ടും 18,000 മുകളിലേക്ക് സെൻസെക്സ് എത്തി. നിഫ്റ്റി 5,400 മുകളിലെത്തി. 151 പോയിൻറ്റ് വെള്ളിയാഴ്ച മാത്രം ഉയർന്നു. വിപണിക്ക് ശ്രദ്ധേയമായ നേട്ടം. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വാച്ചിലൂടെ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളിലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കി. ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്കുകളും ശ്രദ്ധേയമായ നേട്ടത്തിൽ ഒരാഴ്ച കൊണ്ട് പ്രോഫിറ്റിലേക്ക് എത്തുവാൻ കഴിഞ്ഞു. നിക്ഷേപകർ ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. ഈ ആഴ്ചത്തെ ക്ലോസിംഗ് ലെവലുകൾ പരിശോധിക്കാം. ഒപ്പം തന്നെ ഇതിൻ്റെ സാധ്യതകൾ, ഇത് നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം പുതിയ സ്റ്റോക്കുകൾ, പുതിയ സാധ്യതകൾ, ലഭിച്ച കത്തുകളിൽ നിന്നും അടിസ്ഥാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. ആദ്യം ഭുവനേന്ദ്രൻ, എന്താണ് ഈ മുന്നേറ്റത്തിൻ്റെ കാരണം? പ്രത്യേകിച്ചും ഗ്രീസിലെ പ്രതിസന്ധി തൽക്കാലത്തേക്ക് ശമിക്കുന്നു എന്ന വാർത്ത വന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ നേരിയ കുറവുണ്ടായി. ഇത്തരം ഘടകങ്ങളെല്ലാം ഒരുപക്ഷെ വിപണിയെ സ്വാധീനിച്ചേക്കാം. ഏറ്റവും പ്രധാനം ഈ മുന്നേറ്റത്തിൻ്റെ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ചത്തെ മുന്നേറ്റത്തിൻ്റെ കാരണം, ഈ റിക്കവറിയുടെ കാരണമെന്ത്? ഇത് തുടരുമോ? ഇതിനെ നമുക്ക് വിശ്വസിക്കാമോ? പൂർണ്ണമായ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫ്രൈഡേ ഉണ്ടായ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്ക് പ്രധാനമായിട്ടുള്ള കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി വന്നു. അത് ഒബാമയുടെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. അത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺഫാൾ വന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് പ്രതിഫലിക്കുന്ന ഘടകം തന്നെയാണ്. അതോടൊപ്പം ഗ്രീക്കിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നു. ഇതൊക്കെയായിരുന്നു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിക്ക് പ്രധാനമായിട്ട് കാരണം. എന്നാലും സ്റ്റിൽ ഇപ്പോഴും ഇക്കണോമിക് സിറ്റുവേഷൻ ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഗ്ലോബൽ ഫ്രണ്ട് എന്നുള്ള ന്യൂസുകളും അത്രത്തോളം ഫേവറബിൾ അല്ല. ഇപ്പോഴും നെഗറ്റീവ്സ് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾക്ക് ഇനിയും ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇപ്പോഴൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ലഭിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ. ഈ ഒരു ട്രെൻഡ് 1-2 ദിവസം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. പക്ഷേ വീണ്ടും ഒരു ബേർഡൻ വരുന്നുണ്ട്. ഈ ഒരു പുൾ ബാക്കിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്ന ഒരു വാല്യൂ ബൈയിങ് എന്നുള്ള രീതിയിൽ നിഫ്റ്റി 5,340 5,200 ലെവൽ ഒരു സപ്പോർട്ട് സോണാണെന്ന് പറഞ്ഞിരുന്നു. അതൊരു ഫെയർ വാല്യൂ സോണാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് വന്നതോടുകൂടി ഒരു ഫെയർ വാല്യൂ ബൈയിങ്, അത് ഇൻസ്റ്റിറ്റ്യൂഷനും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടിയിരുന്നു. അതായിരുന്നു ആ ഒരു ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക് നമുക്ക് ലഭിച്ചത്. അതോടൊപ്പം പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളും, കഴിഞ്ഞ ആഴ്ച വളരെയധികം നെഗറ്റീവ് ന്യൂസുകൾ, മൗറീഷ്യസിലുള്ള FISൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ്, അങ്ങനെയുള്ള ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിനെ ഹോണ്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ മാർക്കറ്റിൽ വന്നു. എന്നാൽ ഫ്രൈഡേയോടുകൂടി വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ലഭിച്ചു. അതിൻ്റെ കാരണം പോലും ഈ ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ ലോവർ ലെവലിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴും മാർക്കറ്റ് അത്രത്തോളം പോസിറ്റീവ് സോണിലല്ല മൂവ് ചെയ്യുന്നത്. ഈ ഒരു മൂവ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു 5,530 ദെൻ 5,600 ലെവൽ വരെ പോകാനുള്ള സാധ്യത മാത്രമേ മാർക്കറ്റിൽ കാണുന്നുള്ളൂ. അതിനുശേഷം ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഷാർപ്പായിട്ടുള്ളൊരു ഫോള്, അതോടൊപ്പം മൺസൂണിനെ കുറിച്ചുള്ള ന്യൂസ്. ഇപ്പോൾ മൺസൂൺ ലാസ്റ്റ് വീക്ക് പോസിറ്റീവായിട്ട് മൺസൂൺ വരുന്നു എന്നുള്ള ന്യൂസായിരുന്നു. എന്നാൽ വീണ്ടും മൺസൂണിൻ്റെ കുറവിനെക്കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൺസൂൺ, ക്രൂഡ് ഓയിൽ പ്രൈസ്, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകൾ, ഇതൊക്കെയായിരിക്കും 5,600 മുകളിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകണമെങ്കിൽ, ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ഫ്രണ്ടിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരേണ്ടത് ആവശ്യമാണ്. FIS ആണ് പ്രധാനമായിട്ടും വിപണിയെ പ്രത്യേകിച്ചും ഈ വീക്കെൻഡിലും മുന്നോട്ട് കൊണ്ടുപോയത്. പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നുള്ള വാർത്തകളും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഗ്രീസ് ഉള്ള ഒരു സഹായം, അത് എപ്പോഴുണ്ടാകും, അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വിപണിയെ സ്വാധീനിച്ചു. അപ്പോൾ അത്തരം ഇൻ്റർനാഷണൽ ന്യൂസ്, പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നുള്ള ഈ വാർത്തകൾ, അതിൻ്റെ ഒരു സാധ്യത എങ്ങനെ കാണാം വിപണി? യൂറോപ്പിൽ നിന്നുള്ള ഗ്രീക്കിനെ കുറിച്ചുള്ള പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഈ ഫ്രൈഡേ ഇത്രയും ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിക്ക് കാരണമായത്. എന്നിരുന്നാലും ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് ഒട്ടനവധി കൺസേൺസ് ഉണ്ട്. പ്രധാനമായിട്ട് FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ ക്രൂഡ് ഓയിൽ, നമ്മുടെ ഇൻഫ്ലേഷന് എഗൻസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് എന്താ സ്റ്റെപ്പ് എടുക്കുന്നത്, അതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കുന്നു, അതുപോലെ വരാൻ പോകുന്ന റിസൾട്ടുകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും FISൻ്റെ ഒരു ഫണ്ട് ഫ്ലോ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യത. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ FIS 1,130 കോടി സെല്ലിംഗ് സൈഡിലാണ്. ഫ്രൈഡേ FIS കുറച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 1,600 crore ബൈയിങ് സൈഡിൽ തന്നെയായിരുന്നു. അപ്പം പലപ്പോഴും ലോവർ ലെവൽ പോകുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അഗ്രസീവായിട്ടുള്ള ബൈയിങ് നടത്തുന്നത് അത് ഒരു പരിധിവരെ മാർക്കറ്റിന് സപ്പോർട്ട്
ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ ഗ്രീക്കിൻ്റെ ഇഷ്യൂ അതല്ലെങ്കിൽ US നിന്നുള്ള പോസിറ്റീവ് ഡാറ്റയോ ആയിരിക്കില്ല. ഇന്ത്യൻ എക്കോണമിയെ ബാധിച്ചിരിക്കുന്ന ഇഷ്യൂ ഈ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹയർ ലെവലിൽ നിൽക്കുന്നു, അതുപോലെയുള്ള ഇൻഫ്ലേഷൻ, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ എക്കോണമിയെ, ഇന്ത്യൻ ഗ്രോത്തിനെ, ഇന്ത്യൻ GDP പോലും 8.5% ഗ്രോത്തിന് സാധ്യത കുറവ് എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ ഇതൊക്കെയായിരിക്കും FISനെ സംബന്ധിച്ച് കൺസേൺ. അപ്പോൾ അതിന് എഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ മാത്രമേ FISൻ്റെ ഒരു ഫണ്ട് ഫ്ലോ ഇന്ത്യയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 5471 വീക്കിലി ക്ലോസിംഗ് ഉണ്ടായത്. 151 പോയിന്റിൻ്റെ വർധനവാണ് വെള്ളിയാഴ്ച ഉണ്ടായത്. ലോവർ ലെവലിൽ നിന്നും ഒരു റിക്കവറിയാണ് വിപണിയിൽ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അതിന് നേട്ടം നിക്ഷേപകർക്ക് ലഭിച്ചു കാണും എന്ന് കരുതുന്നു. ഒപ്പം തന്നെ വിപണി സംബന്ധിച്ച വിലയിരുത്തൽ പല കേന്ദ്രങ്ങളിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ വിപണിയിൽ ഇനിയും ഒരു കറക്ഷൻ ഉണ്ടാകും. 15,000ലേക്ക് സെൻസെക്സ് പോകും, 4500 ലെവലിലേക്ക് നിഫ്റ്റി പോയേക്കാം, 5000-ൽ താഴെ പോയേക്കാം എന്നൊക്കെ പല സൂചനകളും പല വാർത്തകളും പല കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ വിപണിയിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഒരു എൻട്രി ലെവൽ ഇനിയും കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പോഴത്തെ നിലയിൽ 4600 അതല്ലെങ്കിൽ 18,000 ലെവലിലേക്ക് മാർക്കറ്റ് വരുമോ അതല്ലെങ്കിൽ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാത് സമയങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂസുകളാണ് മാർക്കറ്റിനെ ഓരോ രീതിയിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ വളരെ നെഗറ്റീവ് സോണിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്താണ് പോസിറ്റീവായിട്ടുള്ള ചില ന്യൂസുകൾ വന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസ് ലോവർ ലെവൽ വരുന്നു, അതുപോലെ ഗ്രീക്കിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നു. അത് വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് കാണുകയും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ വരികയും ചെയ്തു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്തോറും മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളാണ് ഏത് രീതിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് മാർക്കറ്റ് കുറേ ഹയർ ലെവൽ, ഈവൻ 5600 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൺസൂൺ നമുക്ക് ലഭിക്കണം. അതുപോലെ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരണം, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരണം. ഇങ്ങനെയുള്ള എക്കോണമിയെ ബാധിക്കുന്ന ഈ ഘടകങ്ങൾ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ മാത്രം മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാം. അപ്പോൾ ഓരോ സമയങ്ങളിലുണ്ടാകുന്ന ന്യൂസുകൾ, എക്കണോമിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ കമ്പനികളെക്കുറിച്ചുള്ള റിസൾട്ടുകൾ. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റിൽ നമുക്ക് 5000 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. കാരണം എക്കണോമിക് സിറ്റുവേഷൻ ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന മാർക്കറ്റ് അഗൈൻ ഒരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 5200 to 5600 ആണ്. ഇപ്പോൾ 5600 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ ആയിട്ട് നിക്ഷേപകർ കാണുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഈ 5600 ലെവൽ വരുമ്പോൾ FISൻ്റെ പാർട്ടിസിപ്പേഷൻ നോക്കുക, മൺസൂണിനെ കുറിച്ചും കമ്പനികളുടെ റിസൾട്ടിനെ കുറിച്ചുമുള്ള ഒരു സ്റ്റഡി വളരെ നന്നായിട്ട് പഠിക്കുക. അത് വളരെ പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് കുറച്ച് ഹയർ ലെവൽ പോകാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ അതിനെക്കുറിച്ചൊരു അനലൈസ് നടത്തുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾക്കറിയാം 5200 ലെവൽ വരുമ്പോൾ 4800 ലോവർ ലെവൽ അനലിസ്റ്റുകളൊക്കെ പറയുമ്പോൾ നിക്ഷേപകർ മടിക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. ഇപ്പോൾ 2 പ്രാവശ്യം ഒരു ഓപ്പർച്യൂണിറ്റി നിക്ഷേപകർ അങ്ങനെ മടിച്ചു നിൽക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് പലപ്പോഴും ഓപ്പർച്യൂണിറ്റി മിസ്സാകുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ 5200 അടുത്ത് വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി കണ്ടു. ഓൾമോസ്റ്റ് 700 പോയിൻറ്റ്സിനടുത്താണ് റിക്കവറി ചെയ്യുന്നത്. 5944 വരെ പോയി. ആ ഒരു ലെവൽ വരുമ്പോൾ ആ ഒരു ലെവൽ റേഞ്ച് മാർക്കറ്റ് റേഞ്ച് ഫിക്സ് ചെയ്യാണ്. 5700 to 5950 എന്ന് പറയുന്ന ലെവൽ മാർക്കറ്റ് മൂവ് ചെയ്തു. അഗൈൻ 5680 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ലോവർ ലെവൽ പോകാമെന്ന് തന്നെ മാർക്കറ്റ് വാച്ച് തന്നെ പറഞ്ഞിരുന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഇതൊക്കെ വരുന്ന ന്യൂസുകളുടെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകുന്നത്. പ്രതീക്ഷിച്ച രീതിയിലൊരു റിസൾട്ട് ഉണ്ടായില്ല. ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടി നിൽക്കുന്നു, RBI റേറ്റ് ഹൈക്ക് വന്നു. അഗൈൻ അടുത്ത റേഞ്ച് ഫിക്സ് ചെയ്യണം 5340 to 5600. ദെൻ 5340 ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോയി 5200. അതൊരു വാല്യൂ ബൈയിങ് ലെവലാണെന്ന് മാർക്കറ്റ് വാച്ച് പറഞ്ഞിരുന്നു. ആ ലെവലിൽ അഗൈൻ ഇപ്പോൾ ഒരു റിക്കവറി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ലെവലുകൾ പാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോവർ ലെവൽ നിക്ഷേപം നടത്തിയ നിക്ഷേപകരൊക്കെ തന്നെ 5530 ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയയാണ്. ദെൻ 5630 ഈ 2 ലെവൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് യൂസ് ചെയ്യുക. അതിനുശേഷം എക്കോണമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇക്കണോമിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ തന്നെയായിരിക്കും. അത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് 5630 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് 5530 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇനി നമ്മൾ ഈ ആഴ്ച ലഭിച്ച കത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിലേക്ക്